ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മളേറ്റവും സ്നേഹിച്ചിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായി വിശിഷ്ട സേവനമനുഷ്ഠിച്ച ബഹുമാന്യനായ ഡോക്ടർ മൻമോഹൻജി നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പാകെ രാജ്യം തലകുനിക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം വളരെ ശാന്തശീലനും സൗമ്യനുമായിരുന്നു. എനിക്കൊരിക്കൽ മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും ഇടപഴകുവാനുള്ളൊരു അവസരം ലഭിച്ചുള്ളൂ. 2004 സുനാമി ബാധിച്ച സമയത്ത്, അന്ന് ഡിസംബർ മാസം 26-ാം തീയതി സുനാമി ഉണ്ടായി. അന്ന് രാത്രിയിൽ ഞങ്ങൾ ഈസാഫിൻ്റെ ഒരു ടീമായി തന്നെ ഇവിടെ നിന്ന് കുളച്ചിലേക്ക് പോവുകയും കുളച്ചിൽ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ട ആ ജനതയെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം അവിടെ ആയിരുന്ന സമയത്ത് ആ പ്രദേശങ്ങളിലുള്ള എല്ലാ കുടുംബങ്ങളിലും അല്ലെങ്കിൽ ആളുകളെയും കൂട്ടിപ്പിടിച്ച് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ആദരണീയനായ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വരികയും വളരെ ശാന്തതയോടുകൂടെ സൗമ്യതയോടുകൂടെ വേദന അനുഭവിക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം അദ്ദേഹം വളരെ ശക്തമായി ഇടപെടുകയും ചെയ്തു. ഒരു വിധത്തിലും ഒരു വേർവൃത്യം കാണിക്കാതെ മറ്റൊരു ഭരണകൂടമാണ് തമിഴ്നാട്ടിലുള്ളത്, അഥവാ വേറൊരു പാർട്ടിക്കാരിയായിരിക്കുന്ന ശ്രീമതി ജയലളിതയാണെന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി. എന്നാൽ ആ മുഖ്യമന്ത്രിക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണകളും അവിടുത്തെ ജനതയ്ക്ക്, കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായവും നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഡോക്ടർ മൻമോഹൻജി വളരെ ശക്തമായി ഇടപെട്ടു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കുകയാണ്. അതിനുശേഷം UNDP-യുടെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 5 പേരെ അയച്ചതിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തുകയും ഞാനും ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പോയി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ സംഭവിച്ച ഈ സുനാമിയുടെ കാര്യങ്ങൾ, അതിൻ്റെ പോസ്റ്റ് സുനാമി സിനാരിയോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും അതിൻ്റെ റീബട്ടൽസിലൊക്കെ കൃത്യമായി മറുപടികൾ കൊടുക്കുകയും അന്ന് ആദരണീയനായ പ്രധാനമന്ത്രിജിയെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയൊക്കെ സേവനത്തെ അവരുടെ മുമ്പാകെ നല്ല രീതിയിൽ തന്നെ പ്രശംസനീയമായ വിധത്തിൽ അറിയിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷകരമായ ഒരവസ്ഥയാണ്. കാരണം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരു ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ച് കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ ഉദ്ധരിക്കാൻ തക്കവണ്ണം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്ന് രാഷ്ട്രീയം അവിടെ കൊണ്ടുവരാതെ അവിടുത്തെ ജനതയെ ഓർത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്ത്യക്കാർ എന്നുള്ള ആ ഒരൊറ്റ ബോധം അത് എപ്പോഴും കൂട്ടിപ്പിടിക്കുന്നതിൽ നമുക്കറിയാവുന്ന പോലെ സിഖ് മതക്കാരനായിരിക്കുന്ന മതന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഡോക്ടർ മൻമോഹൻജി വളരെ വിജയാളിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സൗമ്യനായിട്ടുള്ള അദ്ദേഹം വലിയ വാചക കസർത്തുകളൊന്നും നടത്താതെ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ, പ്രവർത്തനം കൊണ്ട് തന്നെ ജനത്തെ സ്നേഹിക്കുന്നെന്നും രാജ്യത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ മതിയായവനാണെന്നും കരുത്ത് തെളിയിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം മത്സരിച്ച ഒരു പ്രാവശ്യം തോറ്റു. പക്ഷേ രാജ്യസഭയിൽ കൂടെയാണ് അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല നല്ല ഓർമ്മകളുമുണ്ട്. ലോകത്തിന് നല്ല സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയായി എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹം സ്മരിക്കപ്പെടുന്നത്, അതിനേക്കാൾ അപ്പുറമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, ഇന്ത്യയുടെ വിഭജനത്തിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ 1932 സെപ്റ്റംബർ മാസം 26-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് നഷ്ടമായപ്പോൾ മുത്തച്ഛിയാണ് അദ്ദേഹത്തെ വളർത്തിയത്. പിതാവ് ജോലിക്ക് പോവുകയും അങ്ങനെ കുടുംബത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്തു. സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയിലൂടെയാണ് അദ്ദേഹം വളർത്തപ്പെട്ടത്. പഠനത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ഗ്രാമത്തിലൊന്നും തന്നെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ, റാന്തൽ വിളക്കിൻ്റെ സഹായത്തോടുകൂടെ പഠിച്ചതിൻ്റെയൊക്കെ പരിണിതഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് അദ്ദേഹം തടിച്ച ഗ്ലാസ്സുകളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. അപ്പം വളരെ തന്മയത്വമാർന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖല എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഒരു നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട PV നരസിംഹ റാവുവിൻ്റെ
വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനാകാൻ തക്കവണ്ണം അദ്ദേഹത്തിന് താല്പര്യവും ഇല്ലായിരുന്നു. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ജയിച്ചു വന്നതും അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളൊക്കെ മറ്റ് പല മേഖലകൾ സാമ്പത്തിക മേഖലകളിലായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം പഠിച്ചു വന്നതും വളരെ എന്താ പറയുക ഉന്നതമാർന്ന കലാലയ രംഗങ്ങൾ നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത മേഖലയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് മടങ്ങി വരുവാനിടയായത്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഷ്ട്രീയം കൊണ്ട് ഉപജീവിക്കാൻ വേണ്ടി ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ജീവിച്ചൊരു വ്യക്തിയല്ല. രാഷ്ട്രീയം അദ്ദേഹത്തിന് തീരെ പഥ്യമല്ലായിരുന്നു, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം പഞ്ചാബ് സർവകലാശാല, ആ സർവകലാശാലയിൽ നിന്നും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ സമ്പാദിച്ച് മടങ്ങി വന്നത്. മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അവഗാഹം അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഒരാളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്നുള്ള നിലയിൽ ദേശീയ തലത്തിലും ഇൻ്റർനാഷണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, അതേപോലെ തന്നെ IMF എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതിലൊക്കെ അംഗമെന്നുള്ള നിലയിൽ വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ശ്രദ്ധ നേടുകയും രാഷ്ട്രങ്ങൾ തന്നെ അദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ എത്തുന്നത് തന്നെ അദ്ദേഹം ഒരു ധനമന്ത്രിയായിട്ട് ആണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അന്നത്തെ അലക്സാണ്ടർ എന്ന് പറയുന്നതായിട്ടുള്ള നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ മലയാളി പോയി അദ്ദേഹത്തെ തട്ടി ഉണർത്തി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള ഒരു കഥ തന്നെയുണ്ട്. അത് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിച്ചല്ല, ശ്രീ PV നരസിംഹറാവുവിൻ്റെ കർക്കശമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ നമ്മുടെ രാഷ്ട്രത്തെ അന്നത്തെ സാമ്പത്തിക അധപ്പതനത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുത്ത് നമ്മുടെ ധനമന്ത്രിയായിത്തീരാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരിയിൽ അന്ന് ഹയർ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണമൂല വൈദിക സെമിനാരിയിൽ ഹയർ സ്റ്റഡീസിന് ചേർന്ന കാലഘട്ടമാണ്. അന്ന് തിരുവനന്തപുരത്ത് അന്നത്തെ MP എന്ന് പറയുന്നത് ചാൾസ് MP ആണ്. ആ സമയത്താണ് ഡോക്ടർ മൻമോഹൻജി നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററാകുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന 3 കാര്യങ്ങൾ, LPG നമ്മൾ പറയല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇത് 3ഉം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സമരങ്ങളും, പ്രത്യേകിച്ച് കേരളം, നമുക്കറിയാമല്ലോ കേരളത്തിൽ ഏതിനും വാളെടുക്കുന്നവരാണല്ലോ ഉള്ളത്. കാര്യമൊന്നും അറിയാല, അതിലെ കറുപ്പ് വീണാലും കാക്ക ഛർദ്ദിച്ചെന്നും പറഞ്ഞ് കാലിളകുന്ന നാട്ടിൽ നമ്മുടെ ആളുകളെല്ലാം കൂടെ അന്ന് സമരമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ച ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരും സഖാക്കളുടെ കൂട്ടത്തിലൊക്കെ പെട്ട ആളുകൾ, അവരും ഇത് ഈ സാമ്പത്തിക നയത്തിനെതിരെ ഇൻകുലാബ് വിളിക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത സമയത്ത് അവിടെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഡോക്ടർ പിന്നീട് ബിഷപ്പായി തീർന്ന ക്ലാഡ്സൺ തിരുമേനി ഒരു വലിയ മീറ്റിംഗ് നടത്താൻ ഇടയായി. സെമിനാറാണ്, മീറ്റിംഗ് അല്ല, ഒരു സെമിനാർ. അന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ഉമ്മൻ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചാൾസ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയം ഞാൻ ഓർക്കുക. അന്ന് അദ്ദേഹം പറഞ്ഞ ഈ ചാൾസ് MP പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം MP ആയിട്ട് ദീർഘവർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുകയാണ്. പക്ഷേ ഈ ഡോക്ടർ മൻമോഹൻജി പറഞ്ഞതായിട്ടുള്ള ആ സാമ്പത്തിക ശാസ്ത്രം ഇതുവരെ അവർക്കും മനസ്സിലായിട്ടില്ല. ഗ്രാജ്വലി നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞു. അത് നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്കിത് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അവിടെ പാർലമെൻറ്റിലൊക്കെ അവതരിപ്പിച്ചു, പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഡോക്ടർ മൻമോഹൻജിയെ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തെ. അദ്ദേഹം കൊണ്ടുവരുന്നതായിട്ടുള്ള ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ആ വാക്കുകൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സംഭവിച്ചു. ഡോക്ടർ മൻമോഹൻജി അവതരിപ്പിച്ച പ്രമേയത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഞങ്ങളെ ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഡോക്ടർ മൻമോഹൻജിയുടെ ആ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറി.
നമ്മളൊക്കെ ഇന്ന് അത് കൈയടിച്ച് സമ്മതിക്കുന്നുണ്ട്. നന്നായി, നമുക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയും. 2008 ലോകം മുഴുവനും സാമ്പത്തികമായ മാന്യതയിലൂടെ കടന്നുപോയ സമയത്തും നമ്മുടെ രാജ്യം അന്ന് പിടിച്ചു നിൽക്കാൻ ഇടയായിത്തീർന്നത്, അന്ന് യാതൊരു വിധത്തിലുള്ള റിസഷനും നമ്മളെ ബാധിക്കാതെ ഇരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഒരു LPG എന്ന് പറയുന്ന പോളിസി അദ്ദേഹം നടപ്പിൽ വരുത്തുവാൻ ഇടയായിത്തീർന്നതുകൊണ്ടാണ്. അത് വളരെ ശക്തമായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലുകൾ അല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അച്ഛനായതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ, ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു ഫോണിന് 1996 തോന്നുന്നത്, ഞാൻ 17,000 രൂപ കൊടുത്തിട്ടാണ് OIC അടച്ചിട്ട് എനിക്ക് ഈ ടെലിഫോൺസ് കിട്ടാനിടയായിത്തീർന്നത്. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഏത് കടയിൽ പോയിട്ട് വേണമെങ്കിലും ഒരു സിം എടുത്തുകൊണ്ട് പോരാവുന്ന വിധത്തിലേക്ക് നമ്മളെത്തി. അന്ന് അത് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊക്കെ അറിയുന്നതായിരിക്കും, അന്നത്തെ കാലത്ത് ഈ ടെലിഫോൺസ് ഉണ്ടാകുക എന്ന് പറയുന്ന അത്യാവശ്യമുള്ള കാര്യമാണ്. ദൂരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പുതുതലമുറയ്ക്ക് ഒന്നും മനസ്സിലാകുകയില്ല, ഞങ്ങളുടെ തലമുറയ്ക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഒന്ന് നമുക്ക് കൊണ്ടുവന്ന് വീട്ടിലൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പോയി നമ്പറൊക്കെ തന്നു, അത് വന്ന് ഫിറ്റ് ചെയ്യാല. അപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അതിന് ചില ഫോർമുലകളുണ്ട്. ഫോർമുലകൾ കാണേണ്ടിവരെ കാണണം. 17,000 രൂപ നമ്മൾ ഗവൺമെൻറ്റിന് അടച്ചു, അതുകൂടാതെ ഇവർക്ക് കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 പൈസ തരികയില്ല. നിങ്ങളിനി ഇത് ഇത്രയും കാലം എനിക്ക് ഫോണില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനി നിങ്ങൾ തരുന്നിടം വരെ എനിക്ക് പ്രശ്നമില്ല, തന്നില്ലെങ്കിൽ നിങ്ങൾക്കേ കുഴപ്പമുണ്ടാവുള്ളൂ, ഞാൻ നാളെ കൺസ്യൂമർ കോർട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത്. ഇത് മട്ടന്നൂർ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം വന്നത് ഈ LPG വന്നതോടുകൂടിയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ അത് നടപ്പിൽ വരുത്താൻ തക്കവണ്ണം ഡോക്ടർ മൻമോഹൻജി കാണിച്ച ആർജവമാണ്. അപ്പോൾ ഇപ്പം അദ്ദേഹത്തെ അധികം ആരും അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല, ചില കാര്യത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് അങ്ങേര് കഴിവുകെട്ടവനാണെന്നൊക്കെ ഒരുപാട് ഇംഗ്ലാവ് വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ പലപ്പോഴും ഈ കണ്ടറിഞ്ഞില്ലേ കൊണ്ടറിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടറിയല, കൊണ്ടറിയാനായിട്ട് നമുക്ക് താല്പര്യമുള്ളൂ. അതാ പലരുടെയും കുഴപ്പം. കാര്യങ്ങൾ നടപ്പിൽ വരുത്തുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്തിക്കുകയല്ല, അതിനകത്ത് രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾക്ക് സാധാരണ ജനങ്ങൾ എന്നും അവതാളത്തിൽ കഴിയണമെന്നുള്ളതാണ്. എന്നാൽ സമൂഹത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി രാഷ്ട്രീയത്തിലേക്ക് വന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാകേണ്ടി വന്നവരായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളോ അവർക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം അത് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിലത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്കും മുതലാളിത്ത സമ്മിശ്രമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥിതിക്കും ഇടയിലൂടെയാണ് ഡോക്ടർ മൻമോഹൻജി നമ്മളെ നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരെ കുത്തക മുതലാളിമാർക്കൊന്നും തന്നെ നമ്മളെ ത്രസിക്കാൻ കഴിയാതെ, അവർക്ക് നമ്മളെ കൈയടക്കാൻ കഴിയാതെ പോയത്. അതിനകത്ത് വിരാമം കുറിക്കാനായിട്ട്, അതിനെ തടയിടാനായിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ വിഘാതം വന്നിട്ടുണ്ടെന്നുള്ള നമുക്കൊക്കെ അനുഭവത്തിൽ നിന്ന് അറിയാമല്ലോ. ക്രോണിക്കായിട്ട് ആളുകളുമായിട്ടൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഈ മുതലാളിത്ത ചങ്ങാതിത്വമൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കീശയൊക്കെ കാലിയാക്കാനായിട്ടത് ഇടയായിത്തീരും. മാത്രമല്ല അത് നമ്മളെല്ലാ വിധത്തിലും ബാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഒരു കാരണവശാലും മുതലാളിത്ത വ്യവസ്ഥതയ്ക്ക് ചങ്ങാതിത്വം കൂട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ മൻമോഹൻജിയുടെ ആശയം. അത് ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് ആർജവത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പം ഇന്ത്യയുടെ ഇന്നത്തെ എല്ലാ പുരോഗതിക്കും, സാമ്പത്തിക പുരോഗതിക്കും നെഹ്റുജി പാകിയതായിട്ടുള്ള ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ നമുക്കൊരു കാര്യം ഓർത്തിരിക്കണം. നെഹ്റുജിയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ 568 നാട്ടുരാജ്യങ്ങളായിരുന്നവയെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുന്നത്. ഈ 568 നാട്ടുരാജ്യങ്ങളും വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ നീതി നിർവഹണ സംവിധാനങ്ങൾ, അതേപോലുള്ള കാര്യങ്ങളല്ല, എല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവയെല്ലാം കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ, അതുപോലെ GDP, അന്നത്തെ GDP വളർച്ചയൊക്കെ വളരെയധികം താഴ്ന്ന സ്ഥലങ്ങളായിരുന്നു പല രാജ്യങ്ങളിലും, നാട്ടുരാജ്യങ്ങളിലും. അത് തോന്നുന്ന പോലൊക്കെ സമ്പാദിക്കുക, തോന്നുന്നവർക്ക് മാത്രമല്ല ഈ കാസ്റ്റ് സിസ്റ്റം ഭയങ്കര ശക്തമായി നിലനിന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഉച്ചനീചത്വങ്ങൾക്ക് ഒരു മാറ്റം വന്നിരുന്നില്ല.
അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് സമൂഹത്തിലെല്ലാ തലങ്ങളിലും കാണാമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഭേദിച്ചുകൊണ്ട് ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒന്നിച്ച് വരാൻ തക്കവണ്ണം കുറേ കാലഘട്ടങ്ങൾ എടുക്കും. അത് നമുക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടുള്ള നമുക്കറിയാം, ഒരു ഡൈനാമിക്കായിട്ട് മാറണമെങ്കിൽ, സ്റ്റാറ്റിക് സൊസൈറ്റി ഒരു ഡൈനാമിക് സൊസൈറ്റി ആക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ ഒരു സ്റ്റാഗ്നേഷൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി മാറി അതിൻ്റെ അരിഷ്ടതാവസ്ഥകൾ മാറി മാറി വരുന്ന സമയത്ത് പിന്നീട് വന്ന ഭരണസമിതികൾ പലപ്പോഴും ശരിയായ ദിശയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും സാമ്പത്തിക മാന്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥിതി വിവരങ്ങൾ നമുക്ക് സംജാതമാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ താഴെ തട്ടിലേക്ക് സാമ്പത്തികമായിട്ട് പോയി. അങ്ങനെ അതപ്പതിച്ച് കിടക്കുന്ന സമയത്താണ് ഡോക്ടർ മൻമോഹൻജി തൻ്റെ നയവുമായിട്ട് വരുന്ന പോളിസിയുമായിട്ട്, എക്കണോമിക് പോളിസിയുമായിട്ട് വന്നു. അത് വളരെ സക്സസ് ആക്കി എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയമായിട്ടുള്ള കാര്യം. അന്ന് ശ്രീ PV നരസിംഹ റാവുജി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഡോക്ടർ മൻമോഹൻജിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതും കൂടെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കണം. മാത്രമല്ല, അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നല്ലോ. നമ്മുടെ മൻമോഹൻജി RBIയുടെ ഗവർണറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുമായിരുന്നു. ഒരു കാര്യം ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇദ്ദേഹം ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലൊക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ അവിടെ തന്നെ അങ്ങ് കഴിയാമായിരുന്നു. അവിടെയൊക്കെ ഇഷ്ടംപോലെ പഞ്ചാബികളുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി അങ്ങ് സെറ്റിലാകുന്ന പഞ്ചാബികൾ. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തോട് വലിയൊരു കൂറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, അന്ന് അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് അന്നത്തെ ഈ ഡോളർ നമ്മുടെ കാശിനെ അങ്ങ് പിടിച്ചും വിഴുങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അതിൻ്റെ ഒരുപാട് പ്രോഫിറ്റൊക്കെ കിട്ടി. ആ പ്രോഫിറ്റ് എല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തോടുള്ള കൂറെന്ന് പറയുന്നത്. പല രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്നുള്ളത് ആലോചിക്കുമ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി എനിക്കെന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്തയാണ്. പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ നമുക്കറിയാവുന്ന പോലെ ഭയങ്കര ഉന്നതമായി ചിന്തിക്കാൻ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രി ആയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ. അദ്ദേഹത്തിന് ലോകം കൊടുക്കുന്ന വില നമ്മുടെ ആളുകൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. ഞാൻ ഈ സമയത്ത് പഞ്ചാബിൽ നിന്നുണ്ടായിരുന്ന നമ്മുടെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അതാരായിരുന്നെന്നറിയാമോ? അത് രാജകുമാരി അമൃത് കൗർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പഞ്ചാബി ലേഡിയാണ്. അവരൊരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പം അവർ ഓക്സ്ഫോർഡിൽ പഠിച്ച വ്യക്തിയാണ്. അവർ ഓക്സ്ഫോർഡിൽ പഠിച്ചാണ്. നമ്മുടെ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് 16 വർഷം സേവനം അനുഷ്ഠിച്ചു. മാത്രവുമല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്, ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് അടിയൊക്കെ മേടിച്ച വ്യക്തിയാണ്. വീട്ടു തടങ്കലിൽ അനേക നാളുകൾ പാർക്കേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല രാഷ്ട്രീയ നേതൃത്വ നിരയിൽ രാഷ്ട്രത്തെ സ്നേഹിച്ച ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നു വന്നത്. നമുക്ക് രാജ്യത്തിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഡൊമസ്റ്റിക് വയലൻസൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം പല മതങ്ങളും പല സംസ്കാരങ്ങളും പല ഭാഷകളും പല ആചാരങ്ങളും ഒക്കെ ഉള്ള ഈ രാജ്യം ഒന്നായിട്ട് ഇന്നും നിൽക്കുന്നത് അന്നത്തെ അവരുടെ ദീർഘമായ വീക്ഷണം കൊണ്ടാണ്. ആ ദീർഘവീക്ഷണം എന്ന് നഷ്ടപ്പെടുന്ന ആളുകൾ അധികാരത്തിലിരിക്കുന്നുവോ അത് വീണ്ടും ഛിന്ന ഭിന്നമാകുകയും വിഭജനത്തിൻ്റെ പാതയിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആശങ്ക. ഈ തലമുറയിൽ ഞാൻ ഏറെ ആശങ്കപ്പെടുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം വീണ്ടും ഭിന്നതയുടെ അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയും ഭയവും എന്നെ ത്രസിക്കാറുണ്ട്. പല രാത്രികളിലും എനിക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ, പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ട് വരുമ്പോഴൊക്കെ പല കാര്യങ്ങൾ നേരടിയായി കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അത് ആശങ്കയായിട്ട് തന്നെ കിടക്കുകയാണ്. എന്നാൽ ഡോക്ടർ മൻമോഹൻജിയുടെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആശങ്കയില്ലായിരുന്നു. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്, അദ്ദേഹം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അവസ്ഥകളെ കൃത്യമായിട്ട് അറിയാമെന്ന ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദമായിരുന്നു അദ്ദേഹം. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന സമ്പന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതേ ഒരു വിദ്യാ പീഠത്തിൻ്റെ നിറകുടമായിരുന്നു. അങ്ങനെയുള്ള ആ മഹത് വ്യക്തി നമുക്ക് നൽകി തന്ന വലിയൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ആരും വിച്ഛേദിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും, അതായത് ഗ്ലോബലൈസേഷനും അതേപോലെ ലിബറലൈസേഷനും വേണ്ടിയിട്ട് തുറന്നിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ പ്രൈവറ്റൈസേഷനും. ഇത് മൂന്നും അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ഈ പരിഷ്കാരം കൊണ്ടുവന്നത്. അപ്പോൾ ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ, ഞാനത് ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഞങ്ങളുടെ സെമിനാരിയിൽ നിന്ന് പോലും ചില ആളുകൾ വീറോടുകൂടെ, ഞങ്ങളിങ്ങനെ കാഷ്വൽ ഡിസ്കഷൻസും അതുപോലെ സെമിനാറുകളൊക്കെ വരുന്ന സമയത്ത് വീറോടുകൂടെ വാദിക്കുമായിരുന്നു ചിലരൊക്കെ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമൊന്നും അവഗാതമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഞാനിതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കുവാനും അത് പല സ്കൂളുകളിലും എന്നെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ, കാരണം അന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് ആർക്കും വേണ്ടുന്നത്ര വിജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ള ആളുകളെയൊക്കെ വിളിച്ച് സ്കൂളുകളിലും മറ്റുമൊക്കെ ക്ലാസ് എടുപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്നെ പല സ്കൂളുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ വിളിക്കുകയും അങ്ങനെ ഞാൻ പോയി ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ ഡോക്ടർ മൻമോഹൻജി എടുത്ത ആ നിലപാടിന് പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് കേട്ടോ. ഞാനതിനെ എതിർത്തിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പോളിസി വരുന്നതിനേക്കാളും അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് അദ്ദേഹം RBIയുടെ ഒരു ഡയറക്ടറായിരുന്ന വ്യക്തി അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനനുസൃതമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അതൊക്കെ അവരുടെ രാഷ്ട്രീയ പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കും. ക്രമേണ അവരെല്ലാം ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും നമ്മുടെ ഡോക്ടർ മൻമോഹൻജി വളരെ ശ്രദ്ധേയനായി തീർന്നിട്ടുണ്ട്. മാത്രമല്ല, അത് നിമിത്തം ഈ വ്യവസായികളുടെ ഇടയിൽ അദ്ദേഹത്തിന് വളരെ സ്വീകാര്യത ലഭിച്ചു. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഒരുപാടുണ്ടാകണം. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന തരത്തിൽ അതിന് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. എവിടെയെങ്കിലും ഒരു കൊടിയും പിടിച്ചുകൊണ്ട് കുറേ 10 പേര് തൊഴിൽ കൊടുക്കുന്നവർക്കെതിരെ തൊഴിലാളികൾ സമരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അപ്പം ആ ഒരു പരിപാടി ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പോളിസികളെല്ലാം സാധിപ്പിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കുകയാണ്. 2009 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA 2ാം പ്രാവശ്യം അധികാരത്തിലെത്തിയ സമയത്ത് മൻമോഹൻജി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുന്നതായിട്ട് നമുക്കറിയാം. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ 2004 അദ്ദേഹം വന്ന് പാർലമെൻറ്റിലേക്ക് വരുന്നത് ആസാമിൽ നിന്നാണ്. 2004 മുതൽ 2019 വരെ ആസാമിൽ നിന്ന് 2019 ഈ വർഷം ഫെബ്രുവരി മാസം വരെ അദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയത് രാജസ്ഥാനിൽ നിന്നുമാണ്. അപ്പോൾ ആസാമിൽ നിന്നായിരുന്നു കൂടുതൽ പ്രാവശ്യം അദ്ദേഹം പാർലമെൻറ്റിലെത്താൻ ഇടയായിത്തീർന്നത്. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തി. നമുക്കറിയാവുന്ന പോലെ 2009 അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം അവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇദ്ദേഹം പ്രധാനമന്ത്രി ആകണമെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം ആകുമെന്ന് ആരും സ്വപ്നമായി ചിന്തിച്ചിരുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ സോണിയാജിയെ നന്ദിപൂർവ്വം ഓർക്കേണ്ടത്. സോണിയാജിയുടെ ഒരു പിന്മാറ്റം ഉണ്ടല്ലോ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന്. അതിന് പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ അവരുടെ പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് വേണമെങ്കിൽ അവരും ഒരു നല്ല ഈ നമ്മുടെ നാടൻ രാഷ്ട്രീയക്കാരിയെ പോലെ പെരുമാറുകയായിരുന്നെങ്കിൽ, ഇല്ലേ, നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെന്ന് പറഞ്ഞ് തലമുണ്ടനം വരെ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ള ഒരു വന്ധ്യ വനിതയായിരുന്നെങ്കിൽ അവർക്ക് പ്രധാനമന്ത്രിയാകുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം അവർ പ്രധാനമന്ത്രി ആകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചത്ത് കളയെന്നും പറഞ്ഞ് തോക്കും പിടിച്ചുകൊണ്ടൊക്കെ നടന്ന ആളുകൾ, 10 ജനപന്ത് മാർഗിലൊക്കെ നടന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അവർ ഒരു ഭയങ്കര സാക്രിഫൈസ്, ഒരു ഭയങ്കര എക്സാമ്പിള് നമുക്ക് കാണിച്ചു തന്നു. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്,
ഞാൻ മത്സരിക്കുന്നതിന് പകരം എനിക്ക് വേണ്ടി ഒരാളെ ഞാൻ മത്സരിപ്പിക്കുന്നു, എനിക്ക് വേണ്ടി ഒരാൾ മന്ത്രിയാകുന്നു, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ തക്കവണ്ണം ഒരു പറ്റം ആളുകളിരിക്കുന്നു. ഒരു വ്യക്തിയായിരിക്കുന്ന ഞാൻ സംസാരിക്കുന്നതിനേക്കാളും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ധാരാളം പേരുണ്ടാകുന്ന ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടുന്നത്. അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അധപ്പതനം. ഇന്ന് രാഷ്ട്രീയം അധപ്പതിച്ചു എന്ന് ആരെങ്കിലും വിലയിരുത്തുകയാണെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം രാഷ്ട്രീയം കൊണ്ട് ഉപജീവനത്തിനും രാഷ്ട്രീയം കൊണ്ട് അധികാരത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവമുള്ളവരായതുകൊണ്ടാണ്. എന്നാൽ സോണിയാഗാന്ധിജിയെ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുന്നത് നമുക്ക് ഒരു നല്ല പ്രധാനമന്ത്രിയെ, കഴിവും പ്രാപ്തിയും പരിജ്ഞാനവും വിദ്യാസമ്പന്നനുമായ ഒരു പ്രധാനമന്ത്രിയെ പ്രദാനം ചെയ്തതിലുള്ള 1000 നന്ദി സോണിയാജി അങ്ങയോട് ഞങ്ങൾ അറിയിക്കുകയാണ്. 2ാം പ്രാവശ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ശക്തനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം വളരെ മോശപ്പെട്ട ടീമുകളായിരുന്നു. ഞാൻ തന്നെ പല മേഖലകളിൽ പോയി അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ടീമുകൾക്കെതിരെ പല സ്ഥലങ്ങളിൽ ഞാൻ വഴിയോരങ്ങളിൽ നിന്നും വലിയ മീറ്റിങ്ങുകളിൽ നിന്നും പ്രസംഗിച്ചിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പാർട്ടിക്കാരനായിരുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൃത്യമായി ലോകത്തോട് പറയുന്നതിൽ എനിക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. കാരണം അവർ സൂര്യനെ വിറ്റു, അവർ മണ്ണ് വിറ്റു, ഭൂമിയെ വിറ്റു, കൽക്കരി വിറ്റു, എല്ലാം വിറ്റു. സ്പെക്ട്രം മുതലുള്ള കേസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ മൻമോഹൻജി ആ സമയത്തും അദ്ദേഹത്തിൻ്റെ കൈകൾ വളരെ ശുദ്ധമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ, അദ്ദേഹത്തിന് ലഭിച്ച ലാഭത്തെ മുഴുവനും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കൾ, അവരെല്ലാം വളരെ വിദ്യാസമ്പന്നരും കോളേജിലെ പ്രൊഫസേഴ്സും വിദേശ രാജ്യത്തുമൊക്കെ ഉള്ളവരാണ്. അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. വളരെ ചിന്തനീയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡോക്ടർ മൻമോഹൻജി ആ സമയത്ത് എല്ലാവരും കറപ്റ്റഡാണ് എന്ന് മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞപ്പോഴും പ്രതിപക്ഷം പോലും അദ്ദേഹം കറപ്റ്റഡാണെന്ന് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം മൗനവ്രതം ആചരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം തക്ക സമയത്ത് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഈ ചോദ്യങ്ങളെ ഭയമില്ലായിരുന്നു. അതായിരുന്നു ഡോക്ടർ മൻമോഹൻജിയുടെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഞാൻ കണ്ട്. ചോദ്യങ്ങളെ ഒരിക്കലും ഭയപ്പെടുത്തില്ലായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ട്. അതാണ് നമ്മുടെ കൈകൾ ശുദ്ധവും നമ്മുടെ മനസ്സ് ശാന്തവുമാണെങ്കിൽ ആരെന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയും. അതില്ലാത്തവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വരും. അവിടെ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കൈകൾ ശുദ്ധവും മനസ്സ് ശാന്തവുമാകുന്ന വ്യക്തികൾ മാത്രമേ രാഷ്ട്രീയത്തിൻ്റെ അധികാര ശൃംഖലയിലേക്ക് വരാവൂ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പക്ഷം. ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണോ, നിങ്ങളുടെ കൈകൾ ശുദ്ധമായിട്ട്, നിങ്ങൾക്ക് കുറവുകൾ ഒരുപാടുണ്ടാവും, നിങ്ങൾക്ക് അധികം ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം, സാരമില്ല. പക്ഷേ നിങ്ങളെ ലോകം റെക്കഗ്നൈസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ തന്നെയുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ മീഡിയ പറയുന്നത് പോലെയല്ല, കണ്ടംപററി മീഡിയാസ് എന്നെക്കുറിച്ച് പറയുന്ന പോലെയല്ല. രാജ്യം അക്നോളജ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, ഒരു നാളുകളുണ്ട് എന്ന് പറയും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു വർഷം പോലും ഈ നമ്മുടെ രാജ്യത്തിനുണ്ടാകുകയില്ല. കാരണം അത്ര ശക്തമായ ഒരു അടിത്തറ പാകി തന്നിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ട് വേർപിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും, നമുക്കറിയാവുന്ന പോലെ 7 സംസ്ഥാനങ്ങളിൽ അദ്ദേഹം IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പല സംസ്ഥാനങ്ങളിലുമാണ് ആ IIT ഫോം ചെയ്തത്. മാത്രമല്ല അദ്ദേഹമാണ് നമ്മുടെ തൊഴിലുറപ്പ് പരിപാടി, ഗ്രാമീണ സ്ത്രീകൾക്ക്, ആർക്കും വേണ്ടാത്ത, ജോലിയില്ലാത്ത, പട്ടിണി കിടക്കുന്ന ജനത്തിന് ഒരു വർഷം കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ. നമ്മുടെ കേരളത്തിൽ അന്ന് എല്ലാ സംസ്ഥാനങ്ങളും 120 രൂപയുള്ളപ്പോൾ, 130 രൂപയുള്ളപ്പോൾ ഇവിടെ 150 രൂപയായിരുന്നു തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം 150 രൂപ വെച്ച് അന്നത്തെ കാലത്ത് തൊഴിലുറപ്പ് തുടങ്ങിയ സമയത്ത് ഗ്രാമീണ റോഡുകൾ അദ്ദേഹം ഒരുപാട് ഗ്രാമീണ പ്രധാനമന്ത്രി സംയോജന റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ നമ്മുടെ ഡോക്ടർ മൻമോഹൻജിയുടെ കാലത്ത് ആരംഭിച്ചതായ സംരംഭങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം നമ്മുടെ ഇന്നത്തെ ഈ നാട് ഈ വിധത്തിൽ നമ്മളിന്ന് കാണണമെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ഓർക്കണം. നെഹ്റുജിയുടെ കാലഘട്ടം മുതൽ ആരംഭിച്ച പരിഷ്കാരങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള
വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ അന്ന് നമ്മൾ പറയുന്ന പോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് ആദ്യമായിട്ട് കൺസെപ്റ്റ് തന്നെ 1950 ആ കൺസെപ്റ്റുമായിട്ട് വന്ന് തന്നെ രാജകുമാരി അമൃത് കൗർ എന്ന് പറയുന്നതായിട്ടുള്ള ആ ആദ്യത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അന്നു മുതൽ ഇന്ന് വരെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ മറ്റെന്തെല്ലാം പുരോഗതികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം നാന്ദി കുറിച്ചത് നെഹ്റുജി മുതലുള്ള കാലഘട്ടം മുതൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും അതിനെയൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ കുപ്പയിലേക്കൊക്കെ എറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ശക്തമായിട്ട് പറയാം, ഡോക്ടർ മൻമോഹൻജി നാളെയും സംസാരിക്കും, അതേപോലെ നെഹ്റുജി മറ്റേനാളും സംസാരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കും. കാരണം അവർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക അമൂല്യമായിട്ടുള്ളതാണ്. അതാർക്കും തന്നെ തരിപ്പണമാക്കാൻ കഴിയുന്നതല്ല, മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. ഒരിക്കലൂടെ ഡോക്ടർ മൻമോഹൻജിയുടെ മുമ്പാകെ സംപൂജ്യനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പാകെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജോൺസൺ തേക്കടലച്ചൻ.